ലെവൽ ക്രോസ് എന്ന സിനിമയുടെ ടു മെയിൻ ഹീറോസ് ആണ് ആസിഫ് അലി ആൻഡ് ഡയറക്ടർ അർഫാസ് അയ്യൂബ്. ഇതൊരു സൈക്കോളജിക്കൽ ഡ്രാമയാണ്. ആൻഡ് അതേപോലെ തന്നെയാണ് ഡയറക്ടർ അർഫാസ് അയ്യൂബ് സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലോ പേസിലാണ് പോണത്. ഭയങ്കര മ്യൂസിക് ഒന്നുമില്ല. സൗണ്ട് ഡിസൈനാണ് മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്, സൈലൻസും. സോ കാണാൻ പോണത് മുന്നേ നല്ല രീതിയിൽ പേഷ്യൻസ് വേണം. ഫസ്റ്റ് ഹാഫ് ഒന്ന് കഴിയണം, കുറെ ട്വിസ്റ്റും ടേൺസ് ഒക്കെ വന്ന് പടം ഡിഫറെന്റ് റൂട്ടിലൊന്ന് പിടിക്കാനായിട്ട്. അതൊരു നല്ല രീതിയിൽ ശാന്തത വേണം. നമ്മുടെ മൈൻഡ് വെച്ച് നല്ല രീതിയിൽ കളിക്കും ഈ സ്ക്രിപ്റ്റ്. അതിനും നല്ല രീതിയിൽ താങ്കളുടെ ശക്തി വേണം. ചിലവർ ഈ മൈൻഡ് ഗെയിംസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, ത്രില്ലാവും. പക്ഷെ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. വേറൊരു ഓഡിയൻസ് ഉണ്ട്, അവർക്ക് അത് ഭയങ്കര രീതിയിൽ വെറുക്കും. അങ്ങനെയാണ് സിനിമ. ഇപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ അവർക്ക് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുകയാണ്, സ്ലോ ആവാണ്. ആസിഫ് അലിയുടെ പെർഫോമൻസ് അവർക്ക് ഒരു രക്ഷയായിരിക്കും. ആസിഫ് അലി നല്ല രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. രഘു എന്ന ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു ആക്ടർ ഇന്നസെന്റ്, ക്യൂട്ട്, ഹോണ്ടിങ് ആൻഡ് ക്രീപ്പി ആയ ഒരു ക്യാരക്ടറാണ് രഘു. ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ലുക്കും മാനറിസവും ആ അഭിനയം കൊണ്ടൊക്കെ നമുക്ക് ആസിഫ് അലി എന്ന ആക്ടറിനെ കാണാനേ പറ്റില്ല. 3 സെൻട്രൽ ക്യാരക്ടേഴ്സാണ് ഈ സിനിമയുടെ അകത്ത്. രഘു പ്ലേഡ് ബൈ ആസിഫ് അലി, ചേത്താലി പ്ലേഡ് ബൈ അമല പോൾ ആൻഡ് സിൻജോ പ്ലേഡ് ബൈ ഷറഫുദ്ദീൻ. 3 ഡിഫറെന്റ് പേര് പോലെ തന്നെ ഇവരുടെ 3 പേരുടെ ക്യാരക്ടേഴ്സും ഭയങ്കര കോംപ്ലക്സ് ആൻഡ് ഡിഫറെന്റ് ആണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ആസിഫ് അലി ഒരു ഫ്ലോലെസ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അമല പോൾ ആദ്യത്തെ ക്യാരക്ടർ ഭയങ്കര മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ക്യാരക്ടർ എത്തിയപ്പോൾ കംപ്ലീറ്റ്ലി പുൾ ഓഫ് ചെയ്യാൻ പറ്റിയതായിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെയാണ് ഷറഫുദ്ദീനും. ആ ഒരു ക്യാരക്ടർ ഒട്ടും അങ്ങോട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയതായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോൾ കുറച്ച് ബെറ്റർ ആയി. പെർഫോമൻസ് ആൻഡ് ഡയറക്ഷന് ശേഷം ഇതിന്റെ സൗണ്ട് ഡിസൈൻ ബൈ ജയദേവൻ ബ്രില്യൻ്റ് ആൻഡ് ഹോണ്ടിങ് ആയിരുന്നു. ചില ഡിസൈൻസ് ഒക്കെ നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ഈ സിനിമ മോസ്റ്റ്ലി സൈലൻസ് ആയതുകൊണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ബൈ വിശാൽ ചന്ദ്രശേഖർ. ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഗ്രേറ്റ് മ്യൂസിക്കൽ വർക്ക് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രഘു എന്ന ക്യാരക്ടർ ഒരു 5-10 വർഷമായിട്ട് ലെവൽ ക്രോസിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊരു ഡെസേർട്ടഡ് ലാൻഡിലാണ്. ആ ഒരു ഡെസേർട്ടഡ് ഏരിയയിലോട്ട് ചേത്താലി എന്ന ക്യാരക്ടർ കയറി വരുവാണ്. ഈ സിനിമ മോസ്റ്റ്ലി ഷൂട്ട് ചെയ്തത് ട്യൂണീസിയ എന്നൊരു സ്ഥലത്താണ്. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന ഇന്ത്യയുടെ ഒരു കോണിലായിട്ടാണ്. ഏതായാലും ട്യൂണീസിയയുടെ ആ ഒരു വിഷ്വൽ ഭയങ്കര നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ ചില ഫ്രെയിംസ് വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. എഡിറ്റിങ്ങും ഈ സിനിമയുടെ ടോൺ പോലെ തന്നെയായിരുന്നു. നെഗറ്റീവ്സ് ആയിട്ട് അധികം ഒന്നും പറയാനില്ല. ഇതൊരു ഡിഫറെന്റ് മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു 2024 എല്ലാ സിനിമകളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഡെബ്യൂ ഡയറക്ടർ അർഫാസ് അയ്യൂബ് ഒരു നല്ല വർക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഡീറ്റെയിലേക്ക് വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആകെ ഇതിന്റെ ഡയലോഗ്സ് മാത്രമാണ് ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നുന്നു. പക്ഷെ ഓവറോൾ ആസിഫ് അലിയുടെ ബ്രില്യൻ പെർഫോമൻസ് ഈ ഒരു സൈക്കോളജിക്കൽ ഡ്രാമയെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഇതൊരു ഡ്രാമയാണ്, സ്ലോ ആണ്. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണമെന്നില്ല. പക്ഷെ എന്നാലും ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ഹോണ്ടിങ് മൂവി എക്സ്പീരിയൻസ് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യുക.